Welcome to the sixth lecture on controlled drug delivery systems. So till now we have studied the definition of polymers, then the classification of polymers. Now we have to look into the properties of polymers, then the advantages of polymers, and finally the application of polymers, some application of polymers in controlled drug delivery system. So polymer properties എന്ന് പറഞ്ഞിട്ട് there will be some characteristics for a polymer. ഇപ്പോൾ നിങ്ങൾ പൗഡേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പൗഡേഴ്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൻ്റെ ഫ്ലോ, അതുപോലെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, പോറോസിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൗഡേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ പോളിമേഴ്സിനും ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ is the molecular weight and molecular weight distribution. അപ്പോൾ പോളിമറിൻ്റെ മോളിക്കുലാർ വെയ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നിർണ്ണയിക്കുന്നതിൽ. അപ്പോൾ മോളിക്കുലാർ വെയ്റ്റ് സാധാരണഗതിയിൽ പോളിമർ പ്രോപ്പർട്ടീസ് കൂടുമ്പോൾ മോളിക്കുലാർ വെയ്റ്റ് കൂടുമ്പോൾ ബെറ്റർ പോളിമർ പ്രോപ്പർട്ടീസ്, ബെറ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അച്ചീവ് ചെയ്യുന്നതായി കാണാറുണ്ട്. അപ്പോൾ മോളിക്കുലാർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു പോളിമർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻറ്റ് ചെയിൻസ്. ഒരുപാട് ചെയിൻസിൻ്റെ ക്രോസ് ലിങ്കിങ് വഴിയാണ് പോളിമർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ചെയിൻസിൻ്റെ ലെങ്ത്ത് ഒരു പക്ഷേ ഈക്വൽ ആകാം. ഇവിടെ ഈ കേസിൽ ചെയിൻ ലെങ്ത്ത് ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. ഇങ്ങനത്തെയുള്ള പോളിമേഴ്സിന് നമ്മൾ പറയുക യൂണിഫോം പോളിമേഴ്സ് എന്നാണ്. ഇപ്പോൾ സാധാരണ നേച്ചറിൽ കാണപ്പെടുന്ന പോളിമേഴ്സ് എല്ലാം യൂണിഫോം പോളിമേഴ്സാണ്. അല്ലെങ്കിൽ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് മോണോ ഡിസ്പേഴ്സ് പോളിമേഴ്സ്. ഇപ്പോൾ നേച്ചറിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ഇതെല്ലാം മോണോ ഡിസ്പേഴ്സ് അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള പോളിമേഴ്സാണ്. പക്ഷെ മാൻമെയ്ഡ് പോളിമേഴ്സിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയിൻ ലെങ്ത്ത് ഈക്വൽ ആകില്ല. നമ്മൾ പോളിമറൈസേഷന് പല ടെക്നിക്കുകളും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ, ചെയിൻ പോളിമറൈസേഷൻ, ആനിയോണിക് പോളിമറൈസേഷൻ ഓർ ലിവിങ് പോളിമറൈസേഷൻ, ഇങ്ങനത്തെ പല ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ടാണ് പോളിമേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷേ മാൻമെയ്ഡ് പോളിമേഴ്സിൻ്റെ ഒരു പ്രധാന ഇഷ്യൂ ഇതാണ്, ഈ പോളിമർ ലെങ്ത്ത് ഈക്വലായിട്ട് കിട്ടില്ല അധികവും. അപ്പോൾ അതിന് നമ്മൾ പറയുക പോളി ഡിസ്പേഴ്സ് പോളിമേഴ്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ വെയ്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നൊരു ടേമാണ് യൂസ് ചെയ്യുക. അപ്പോൾ യൂണിഫോം ലെങ്ത് ഉള്ള ചെയിനുള്ള പോളിമേഴ്സിൻ്റെ കേസിൽ PDIയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അത് 1 ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നാച്ചുറൽ പോളിമേഴ്സിൻ്റെയൊക്കെ കേസിൽ. നേരെ മറിച്ചിട്ട് നമ്മുടെ പല മെത്തേഡ്സ് മാറുന്നതിനനുസരിച്ചിട്ട് കിട്ടുന്ന പോളിമറിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് സപ്പോസ് ഇഫ് യു ആർ യൂസിങ് ആനിയോണിക് പോളിമർ ടെക്നിക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 1 നമുക്ക് കിട്ടും. നേരെ മറിച്ചിട്ട് ചെയിൻ പോളിമറൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് ആസ് ഹൈ ആസ് 20. സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമറൈസേഷൻ യൂസ് ചെയ്താൽ 2 വാല്യൂ ഉള്ള PDI വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ മെത്തേഡ് ഓഫ് സിന്തസിസ് poly dispersity will depend upon the method that is used for the synthesis of polymer. ആനിയോണിക് ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് 1 നമുക്ക് കിട്ടും. ഒരു യൂണിഫോം പോളിമറിൻ്റെ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സിന് തുല്യമായ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് നമുക്ക് ആനിയോണിക് പോളിമറൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താൽ കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലിവിങ് പോളിമർ ടെക്നിക്. Where if you choose chain polymerization, the poly dispersity index will be very high, about 20. And if you choose step growth polymerization, you will get a poly dispersity index of 2. So the knowledge of molecular weight and molecular weight distribution of polymer is important because there is a relationship between polymer molecular weight and polymer properties. At very low molecular weight, the polymer has essentially no useful mechanical properties. But as the molecular weight rises, the mechanical property also
ഇൻക്രീസസ്. അതായത് മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത്, ടഫ്നെസ്, ദെൻ കെമിക്കൽ റെസിസ്റ്റൻസ്, വിസ്കോസിറ്റി, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും പോളിമറിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടുമ്പോൾ. നേരെ മറിച്ച് ചെറിയ മോളിക്കുലാർ വെയ്റ്റുള്ള പോളിമേഴ്സിന് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കുറവായി. ദേ വിൽ ബി ഹാവിങ് ലെസ് സ്ട്രെങ്ത്, ലെസ് ടഫ്നെസ്, ലെസ് കെമിക്കൽ റെസിസ്റ്റൻസ്. ലോ മോളിക്കുലാർ വെയ്റ്റ് പോളിമേഴ്സിൻ്റെ ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദർ ഫ്ലോ പ്രോപ്പർട്ടി വിൽ ബി ഹൈ, ദേ വിൽ ഫ്ലോ ഈസിലി. പക്ഷെ നമുക്കത് ആവശ്യമില്ല. കാരണം പോളിമറിനെ നമ്മളൊന്ന് ഈ കോട്ടിംഗ് ആയിട്ടോ ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്ലോ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. അതുകൊണ്ട് ഹൈ മോളിക്കുലാർ വെയ്റ്റ് പോളിമേഴ്സാണ് സാധാരണ നല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടി കാണിക്കാറുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് ദി മോളിക്കുലാർ വെയ്റ്റ് ആൻഡ് മോളിക്കുലാർ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പോളിമർ ഹൈഡ്രോഫോബിസിറ്റിയാണ്. അപ്പോൾ പോളിമേഴ്സിൻ്റെ വാട്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിൽ നമ്മളതിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ് ഇൻ ദി പോളിമർ ക്ലാസിഫിക്കേഷൻ time. So we classified polymers as hydrophobic, hydrophilic. Then hydrophilic can be further classified as water soluble and hydrogels. അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേ കാര്യം തന്നെയാണ് ഇവിടെ വരിക. എ പോളിമർ ക്യാൻ ബി എയ്തർ ഹൈഡ്രോഫോബിക് ഓർ ഹൈഡ്രോഫിലിക്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോളിമർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിവൈസ് വി ആർ പ്ലേസിങ് ഇറ്റ് ഇൻ എ അക്വസ് എൻവയൺമെൻറ്റ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഇംപ്ലാന്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അഡ്മിനിസ്റ്റർ ചെയ്താലും അക്വസ് ആയിട്ടുള്ളൊരു എൻവയൺമെൻറ്റിലാണ് നമ്മളതിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ വാട്ടറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോളിമറിൻ്റെ കേസിൽ. അപ്പോൾ ഈ ഒരു ഇൻട്രാക്ഷൻ നേച്ചറിൽ നമ്മൾ അതിനെ പലതായി ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫോബിക് പോളിമേഴ്സാണ്. അപ്പോൾ ഹൈഡ്രോഫോബിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they will be impermeable to water. വാട്ടറിന് ഇംപെർമിയബിൾ ആയിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ 5% ആണ്. ടോട്ടൽ വെയ്റ്റിൻ്റെ 5%-ൽ താഴെ മാത്രം വാട്ടർ അബ്സോർബ് ചെയ്യുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ ഹൈഡ്രോഫോബിക് പോളിമേഴ്സ് എന്ന് പറയാം. അപ്പോൾ ചില സ്ട്രക്ചറൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും ഈ പോളിമേഴ്സിൻ്റെ പ്രത്യേകതകളായിട്ട്. ചെയിൻ സ്റ്റിഫ്നെസ് will be high, then high degree of crystallinity, then presence of hydrophobic groups. ഇപ്പോൾ മെത്തിലിൻ ഗ്രൂപ്പ് CH2 ഗ്രൂപ്പ്, CH3 ഗ്രൂപ്പ്, ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ്രോഫോബിക് ആയിരിക്കും പോളിമർ. ഇതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടേഴ്സ്. ചെയിൻ സ്റ്റിഫ്നെസ് വിൽ ബി ഹൈ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലൈനിറ്റി ആൻഡ് presence of hydrophobic groups like മെത്തിലിൻ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ്സ് എല്ലാം ഹൈഡ്രോഫോബിക് ഗ്രൂപ്പ്സ് ആയിരിക്കും. Then coming to hydrophilic polymers. Hydrophilic polymers will absorb more than 5% of water. ടോട്ടൽ വെയ്റ്റിൻ്റെ 5% കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്താൽ നമ്മളതിനെ ഹൈഡ്രോഫിലിക് പോളിമേഴ്സ് എന്ന ക്ലാസിഫിക്കേഷനാണ് പെടുത്തുന്നത്. Then the structural parameters that contribute to polymer hydrophilicity are chain flexibility, then absence of crystallinity, presence of hydrophilic groups like അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ചില സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ദാറ്റ് ലീഡ് ടു ഹൈഡ്രോഫിലിസിറ്റി. ചെയിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതുപോലെ ക്രിസ്റ്റലൈനിറ്റി ഇല്ലാതിരിക്കുക, അതുപോലെ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള അമിനോ ഗ്രൂപ്പ്, കാർബോക്സിൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഇതിൻ്റെയൊക്കെ പ്രസൻസ്, ഇതൊക്കെ ഹൈഡ്രോഫിലിക് ഒരു പോളിമറിനെ ഹൈഡ്രോഫിലിക് ആക്കി മാറ്റുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് വഹിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്റ്റലൈനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ്, ഇതൊക്കെ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറയാം. പോളിമറിൻ്റെ കേസിൽ പോളിമർ എന്ന് പറഞ്ഞാൽ കോമൺലി ദേ ആർ അമോർഫസ് സബ്സ്റ്റൻസസ്. പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ കോമൺലി amorphous substances, but there will be domains which show crystallinity. ചില പ്രത്യേക ഡൊമൈൻസിൽ പോളിമേഴ്സ് ക്രിസ്റ്റലൈനിറ്റി കാണിക്കാറുണ്ട്. അതായത് മൊത്തത്തിലൊരു പോളിമർ എടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ ക്രിസ്റ്റലൈൻ ആയിരിക്കില്ല. There are exceptions like PEG can be made as a single crystal. പക്ഷേ സാധാരണഗതിയിൽ ഒരു പോളിമർ എടുത്താൽ
ദർ വിൽ ബി ഡൊമൈൻസ് വിച്ച് ഷോ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ക്രിസ്റ്റലൈനിറ്റി എന്ന് പറഞ്ഞാൽ ചില ഡൊമൈൻസിൽ മാത്രമായിട്ടായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ക്രിസ്റ്റലൈനിറ്റി ഇല്ലെങ്കിൽ അത് ഹൈഡ്രോഫിലിക് നേച്ചറായിരിക്കും കാണിക്കുക. ക്രിസ്റ്റലൈനിറ്റി വരുമ്പോൾ ഇറ്റ് ഷോസ് ഹൈഡ്രോഫോബിക് ക്യാരക്ടർ. അതായത് ക്രിസ്റ്റലൈൻ പാർട്സിലൂടെ വാട്ടറിന് ഈസി ആയിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇറ്റ് ഷോസ് ഹൈഡ്രോഫോബിസിറ്റി. Then we can classify hydrophilic polymers into water-soluble polymers and hydrogels. Water-soluble polymers innulla common examples are polyvinyl alcohol, then polyacrylic acid, polyethylene oxide. ഇതൊക്കെയാണ് സാധാരണയായിട്ട് വാട്ടർ-soluble പോളിമേഴ്സിനുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഫസ്റ്റ് we looked into molecular weight and molecular weight distribution. Then we looked into the hydrophobicity of polymers. Now the next property is glass transition temperature. Glass transition temperature എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is a temperature at which a stiff polymer gets converted into a flexible polymer. അതായത് ഒരു സ്റ്റിഫായിട്ടുള്ള പോളിമർ അതതിൻ്റെ നേച്ചർ മാറിയിട്ട് ഫ്ലെക്സിബിളായി പ്ലാസ്റ്റിക്കായി മാറുന്ന ടെമ്പറേച്ചറിന് പറയുന്ന പേരാണ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. ടി ജി എന്ന് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് അതിനെ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ലെറ്റർ ജി. അറ്റ് ലോ ടെമ്പറേച്ചർ ഓൾ അമോർഫസ് പോളിമേഴ്സ് എക്സിസ്റ്റ് ഇൻ എ ഗ്ലാസി സ്റ്റേറ്റ്. അതായത് സാധാരണ ചെറിയ ടെമ്പറേച്ചറിൽ അമോർഫസ് പോളിമേഴ്സ് എല്ലാം ഒരു ഗ്ലാസി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫ്രീസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതിൽ മോളിക്കുലാർ മോഷൻസ് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ മോളിക്കുലാർ മോഷൻസ് ലിമിറ്റഡ് ആയത് കാരണം തന്നെ ദേ വിൽ ബി ക്യാരക്ടറൈസ്ഡ് ബൈ hardness, stiffness and brittleness. They will be highly hard, stiff and brittle. Temperature കൂടുമ്പോൾ they undergo a transition called glass transition. ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിൻ്റെ മുകളിൽ ഇതിൻ്റെ ഈ ഗ്ലാസി സ്റ്റേറ്റ് മാറിയിട്ട് ഇറ്റ് വിൽ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു എ ഫ്ലെക്സിബിൾ പ്ലാസ്റ്റിക് നേച്ചർ. അതിൻ്റെ നേച്ചർ ഫ്ലെക്സിബിളായി മാറും. ബിലോ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ നേച്ചർ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഹാർഡ്, stiff and brittle. And above the glass transition temperature it becomes flexible. അപ്പോൾ സാധാരണ ടി ജി എന്ന നോഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കോമൺലി ഫോർ PVC പോളിവിനൈൽ ക്ലോറൈഡ് ഇതിന് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 83 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ബിലോ 83 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് വിൽ ബി ബ്രിറ്റിൽ, ഹാർഡ് ആൻഡ് സ്റ്റിഫ്. And above 83 degrees Celsius it will become flexible. Then polyacrylic acid ൻ്റെ 165 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദെൻ പോളി കാപ്രോലാക്ടോൺ എപ്പോഴും ഇത്രയും ഹൈ ആവണമെന്നില്ല. പോളി കാപ്രോലാക്ടോണിൻ്റെ കേസിൽ -66 ഡിഗ്രി സെൽഷ്യസ് ആണുള്ളത്. സോ പോളികാപ്രോലാക്ടോണിൻ്റെ കേസിൽ അത് -66 ഡിഗ്രി സെൽഷ്യസ് ആണ്. എബവ് -66 ഡിഗ്രി സെൽഷ്യസ് they will be converted from a stiff nature or brittle nature into a rubbery plastic nature. And for PEG polyethylene glycol ൻ്റെ കേസിൽ it is -67 degree Celsius. So this transition, glass transition, takes place over a narrow temperature range and correspond to the onset of segmental motion. അതായത് ഈ മോളിക്കുലാർ മോഷൻ കുറവായിരിക്കും. ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് താഴെ അമോർഫസ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും നേച്ചർ? ദർ വിൽ ബി വെരി ലെസ് മോളിക്കുലാർ മോഷൻ, അല്ലെങ്കിൽ ഫ്രീസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലാസി ആയിട്ടുള്ള സ്റ്റേജ് ആയിരിക്കും. എബവ് ദി ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ the amount of this molecular motion increases. This results in a abrupt change in the properties of the polymer. അപ്പോൾ എന്തെല്ലാം പ്രോപ്പർട്ടീസാണ് ചേഞ്ച് ചെയ്യുകയെന്ന് വെച്ചാൽ there will be a change in the coefficient of expansion,
ദെൻ പെർമിയബിലിറ്റി, ഹീറ്റ് കണ്ടൻറ്റ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഹാർഡ്നെസ്, ഈ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ആവും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ചേഞ്ച് ആവുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മളൊരു കൺട്രോൾഡ് റിലീസ് ഡിവൈസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ അബൌട്ട് ഇറ്റ്സ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ. കാരണം ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറിൽ അത് എന്ത് പ്രോപ്പർട്ടി, ആ പോളിമർ എങ്ങനെയായിരിക്കും, അത് ഫ്ലെക്സിബിൾ ആയിരിക്കുമോ, വെദർ ഇറ്റ് വിൽ ബി ഹാർഡ് ആയിരിക്കുമോ, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുള്ളൂ. So it is very important to study the glass transition temperature of the polymer. Then the next property is crystallinity. So last property is crystallinity. Crystallinity എന്താ ഞാൻ പറഞ്ഞു, it is the presence of an ordered arrangement. ഒരു ഓർഡേർഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈനിറ്റി. ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു സോളിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ ആറ്റംസ് എല്ലാം വളരെ ഓർഡേർഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ പോളിമേഴ്സിൽ ഒരു ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ത്രൂ ഔട്ട് കാണാറില്ല. പക്ഷേ ദർ വിൽ ബി പോക്കറ്റ്സ് where there is an ordered arrangement, or there will be domains where the arrangement will be in a order. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റലൈനിറ്റി പ്രസൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രോഫോബിസിറ്റിയുടെ കേസ് പറഞ്ഞല്ലോ. ക്രിസ്റ്റലൈനിറ്റി കൂടുമ്പോൾ ഹൈഡ്രോഫോബിക് നേച്ചർ കൂടും. കാരണം വാട്ടർ പെർമിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലൂടെ ഡ്രഗ് മോളിക്യൂൾസിന് ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ. സോ ദ പ്രസൻസ് ഓഫ് ക്രിസ്റ്റലൈനിറ്റി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇഫക്റ്റ് ഓൺ പോളിമർ പ്രോപ്പർട്ടീസ് ആസ് ക്രിസ്റ്റലൈൻ റീജിയൻസ് ആക്ട് ആസ് ക്രോസ് ലിങ്ക്സ് ഫോർ ദി റീജിയൻ. ക്രിസ്റ്റലൈൻ റീജിയൻസിലാണ് ക്രോസ് ലിങ്കിങ് നടക്കാറുള്ളത്. ക്രിസ്റ്റലൈൻ റീജിയൻസ് ആർ ഇംപെർമിയബിൾ ടു ഡിഫ്യൂസിങ് മോളിക്യൂൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ക്രിസ്റ്റലൈൻ റീജിയൻസ് ഡിഫ്യൂസ് ചെയ്യുന്ന ഡ്രഗ് മോളിക്യൂളിന് ഇംപെർമിയബിൾ ആയിരിക്കും. കാരണം അവിടെ ഒരു ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും, വളരെ സ്റ്റിഫായിരിക്കും ആ ഒരു ഭാഗം. ആൻഡ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ക്രിസ്റ്റലൈനിറ്റി റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ പോളിമർ പെർമിയബിലിറ്റി. ക്രിസ്റ്റലൈനിറ്റി കൂടിയാൽ പോളിമറിൻ്റെ പെർമിയബിലിറ്റി കുറയുകയാണ്. ദേ ആർ എസെൻഷ്യലി ഇംപെർമിയബിൾ ടു വാട്ടർ ഓൾസോ. സോ ദ റേറ്റ് ഓഫ് പോളിമർ ഹൈഡ്രോളിസിസ് ഇൻ ക്രിസ്റ്റലൈൻ റീജിയൻസ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ്ഡ്. ഈസി ആയിട്ട് ഡ്രഗിന് ക്രിസ്റ്റലൈൻ റീജിയൻസിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഓഫ് ദി ഹൈഡ്രോഫോബിക് നേച്ചർ ഓഫ് ക്രിസ്റ്റലൈൻ റീജിയൻസ്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നോൺ ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള റീജിയൻസിൻ്റെ കേസിൽ. അൺലൈക്ക് സ്മോൾ മോളിക്യൂൾസ് വെർ crystallization results from regular packing of molecules or ions into a 3-dimensional lattice, polymers exhibit crystallinity in domains. അപ്പോൾ പറഞ്ഞ കാര്യമാണ്, പോളിമേഴ്സിൻ്റെ കേസിൽ ക്രിസ്റ്റലൈനിറ്റി പ്രത്യേക ഡൊമൈൻസിൽ മാത്രമേ കാണപ്പെടാറുള്ളൂ, അല്ലാതെ ത്രൂ ഔട്ട് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള പോളിമേഴ്സ് ഇല്ല. There are exceptions for this like polyethylene glycol. പോളിയെത്തിലീൻ ഗ്ലൈക്കോളിനെ നമുക്ക് ഒരു സിംഗിൾ ക്രിസ്റ്റലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. പക്ഷേ സാധാരണഗതിയിൽ ഒരു പോളിമർ എടുത്താൽ അത് ദർ വിൽ ബി ഡൊമൈൻസ് ഓഫ് ക്രിസ്റ്റലൈനിറ്റി. ആ ഡൊമൈൻസിലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക, അല്ലാതെ ത്രൂ ഔട്ട് ആ ചേഞ്ച് ഉണ്ടാവില്ല. നെക്സ്റ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് പോളിമർ. അപ്പോൾ പോളിമറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കൺട്രോൾ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് തന്നെയാണ് പോളിമറിൻ്റെ അഡ്വാൻറ്റേജ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ലോക്കലൈസ്ഡ് ഓർ ടാർഗറ്റഡ് ഡെലിവറി, സസ്റ്റെയിൻഡ് ഡെലിവറി. Then dosing frequency can be reduced, side effects can be reduced, patient compliance can be increased. Then biodegradable polymers biocompatible polymers യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ they will degrade in the body. പിന്നീട് അതിനെടുത്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. they will degrade in the body. അതിന് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചു, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു. Then disadvantages of polymers, again these are the disadvantages of the controlled drug delivery system. Dose dumping, പിന്നെ ഹൈ ഇനീഷ്യൽ ഡ്രഗ് റിലീസ് ആഫ്റ്റർ അഡ്മിനിസ്ട്രേഷൻ. അതൊരു ഡിവൈസിൻ്റെ ഫെയിലിയർ വരുമ്പോൾ ഉണ്ടാകുന്നൊരു കാര്യമാണ്. when the device fails it results in high initial drug release which results in drug toxicity. then പോളിമർ ചൂസ് ചെയ്യുന്നത് ശരിയായില്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ ഡിവൈസിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ആദ്യം പഠിച്ചത് മോളിക്കുലാർ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം പോളിമേഴ്സിനെ സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ലോ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഉള്ള ഒരു ഡിവൈസ് ആയിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദി ഫെയിലിയർ ഓഫ് ദി ഡിവൈസ്. Then the final portion is applications of polymers in controlled release.
delivery. So when you study applications of polymers, you can start by writing about the applications that you have already studied. Application of polymer in controlled release technology എന്നായിരിക്കില്ല ചോദിക്കില്ല. അപ്ലിക്കേഷൻ ഓഫ് പോളിമർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചൊക്കെ എഴുതാം. അപ്പോൾ നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സസ്പെൻഡിങ് ഏജൻസിൻ്റെ കേസ് നിങ്ങൾക്ക് എഴുതാം. സസ്പെൻഡിങ് ഏജൻസ് വേർ പോളിമേഴ്സ് വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതുവഴി സസ്പെൻഷൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നു. ദെൻ എമൾസിഫയിങ് ഏജൻസ്, എഗെയിൻ പോളിമേഴ്സ്. എമൾസിഫയിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പോളിമേഴ്സ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ഫാർമസിയിലേക്ക് വരുമ്പോൾ പിന്നെ പോളിമേഴ്സിനെ എവിടെ കണ്ടത്? ടാബ്ലറ്റിങ്ങിൽ കണ്ടു. ബൈൻഡിങ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന പോളിമേഴ്സാണ്. ദെൻ ടാബ്ലറ്റ് കോട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത് പോളിമേഴ്സാണ്. ദെൻ എൻഡറി കോട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോളിമേഴ്സാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതി തുടങ്ങുമ്പോൾ കൊണ്ടുവരാം. ആദ്യം തന്നെ ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ആർ ദി അപ്ലിക്കേഷൻസ് ഓഫ് പോളിമേഴ്സ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് കൺട്രോൾഡ് റിലീസ് ടെക്നോളജിയിലെ അപ്ലിക്കേഷൻസാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഈ സബ്ജക്റ്റ് നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന പോളിമേഴ്സിൻ്റെ അപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ അപ്ലിക്കേഷൻസ് തന്നെയാണ് പഠിക്കുക. അപ്പോൾ ഫൈനലി ഈ സബ്ജക്റ്റ് കഴിയുമ്പോൾ ഈ ഒരു 10 മാർക്കിൻ്റെ ആൻസർ എഴുതാൻ നിങ്ങളെടുത്ത് 10 മാർക്കിൻ്റെ ആവില്ല, ഒരു 50 മാർക്കിൻ്റെ കണ്ടൻറ്റ് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൺസൈസ് ആയിട്ടുള്ളൊരു ഫോമാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുന്നതിനനുസരിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. സോ ദി ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിമേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഡെൻഡ്രിമേഴ്സ്. ഡെൻഡ്രിമേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഡെൻഡ്രിമർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് ഡ്രഗ് ഡോസേജ് ഫോം ഉണ്ട്. ഇതാണ് ഒരു ഡെൻഡ്രിമറിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഡെൻഡ്രിമർ വിൽ ഹാവ് എ കോർ. ആ കോറിന് പുറത്തേക്ക് പോകുന്തോറും ഇതിൻ്റെ ബ്രാഞ്ചിങ് കൂടി വരും. അതാണ് ഡെൻഡ്രിമർ എന്ന് പറയുന്നത്. ഡെൻഡ്രിമർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു ഗ്രീക്ക് വേർഡ് ഉണ്ട്, ഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ട്. ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ട്രീ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് റിസംബിൾസ് എ ട്രീ. ഒരു ട്രീയിലുള്ള പോലെ ബ്രാഞ്ചിങ്ങുകൾ കാണപ്പെടും. സോ വി ക്യാൻ ഡിഫൈൻ എ ഡെൻഡ്രിമർ ആസ് എ ഹൈപ്പർ ബ്രാഞ്ച്ഡ് മോളിക്യൂൾ. ഡെൻഡ്രിമേഴ്സ് ആർ ഹൈപ്പർ ബ്രാഞ്ച്ഡ് മോളിക്യൂൾ എന്ന് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടൈറ്റ്ലി പാക്ഡ് ഇൻ ദി പെരിഫറി ആൻഡ് ലൂസ്ലി പാക്ഡ് ഇൻ ദി കോർ, leaving spaces in which the drug molecule can be entrapped. ഒരു ഡെൻഡ്രിമറിൻ്റെ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതിനൊരു കോർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കോർ കണ്ടില്ലേ, ഇറ്റ് വിൽ ബി ലെസ് ടൈറ്റ്ലി പാക്ഡ്, ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പെരിഫറിയിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? ഗ്യാപ്പ് ഡിക്രീസസ് ഓർ ദ പെരിഫറി ഈസ് ടൈറ്റ്ലി പാക്ഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ സ്പേസിലാണ് നമ്മൾ ഡ്രഗ് മോളിക്യൂൾസിനെ എൻട്രാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. So dendrimers are used in targeted delivery of drugs. The drug molecule can be loaded in the interior of the dendrimer as well as attached to the surface group. രണ്ട് രീതിയിൽ നമുക്ക് ഡ്രഗിനെ ഇതിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഈ ഇൻറ്റീരിയറിലുള്ള ഗ്യാപ്പുകളിൽ നമുക്ക് ഡ്രഗിനെ എൻട്രാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഈ സർഫേസിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, അതിൽ ബി ആക്റ്റീവ് ഗ്രൂപ്പ്സ്, അതുമായിട്ട് ഡ്രഗ് വിൽ ഫോം ബോണ്ടിങ്. ആ രീതിയിലും ഡ്രഗിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരു ഡെൻഡ്രിമറിലേക്ക്. സോ സാധാരണയായിട്ട് ഡെൻഡ്രിമർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത് പാമാം, പോളി അമിഡോ അമൈൻ, അല്ലെങ്കിൽ പാമാം, PAMAM എന്ന് പറയുന്ന ഒരു പോളിമറാണ് സാധാരണ ഡെൻഡ്രിമർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. ഇത്രയാണ് ഡെൻഡ്രിമേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റഡി ദി സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് വെച്ചാൽ ദ കോർ, എ ലൂസ്ലി പാക്ഡ് കോർ, ആൻഡ് ടുവേർഡ്സ് ദി പെരിഫറി the packing increases. Where periphery is tightly packed, there will be gaps, and the drug is either loaded in these gaps or it is attached to the groups present on the surface.
ഡെൻഡ്രിമർ ഈസ് എ ഹൈപ്പർ ബ്രാഞ്ച്ഡ് മോളിക്യൂൾ. ആ വേർഡ് ഒറിജിനേറ്റ് ചെയ്യുന്ന ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ട്രീ എന്നാണ് ഗ്രീക്കിൽ മീനിങ്. അപ്പോൾ ഒരു ട്രീ ലൈക്ക് ഡ്രഗ് അപ്ലിക്കേഷൻ ഡിവൈസാണ് ഡെൻഡ്രിമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി. So the structure you have to learn to draw it. Then the second application is polymeric nanoparticle. Polymeric nanoparticle എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് ഡിവൈസ് പോലെ തന്നെ. There will be a polymer core in which the drugs are embedded and the size usually ranges from 60 to 200 nanometer. സാധാരണഗതിയിൽ പോളിമറിക് നാനോ പാർട്ടിക്കിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 60 to 200 നാനോമീറ്റർ ആണ് ഉണ്ടാകുക. And they can be synthesized from biopolymers like gelatin, albumin, casein, polysaccharides, etc. And biodegradable polymers can also be used for their preparation. Biodegradable polymers-ന്റെ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്കറിയാം, ശരീരത്തിൽ ഡീഗ്രേഡ് ചെയ്ത് പോകുന്നുള്ളത്. Or synthetic polymers can be used like polyesters, polyanhydrides, etc. അപ്പോൾ പോളിമറിക് നാനോ പാർട്ടിക്കിൾ സാധാരണ യൂസ് ചെയ്യുന്നത് സസ്റ്റെയിൻഡ് ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ടാണ്. ഫ്രം ഫ്യൂ ഹവേഴ്സ് ടു സെവറൽ മന്ത്സ്. സസ്റ്റെയിൻഡ് ഡെലിവറി ഫ്രം ഫ്യൂ ഹവേഴ്സ് ടു സെവറൽ മന്ത്സ് ക്യാൻ ബി അച്ചീവ്ഡ് ഫ്രം പോളിമറിക് നാനോ പാർട്ടിക്കിൾസ്. സോ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പോളി ലാക്ടൈഡ്, പോളിഗ്ലൈക്കോളൈഡ്, പോളിലാക്ടൈഡ് കോഗ്ലൈക്കോളൈഡ്, പോളിഅൻഹൈഡ്രൈഡ്, പോളിസൈനോ അക്രിലേറ്റ്, പോളികാപ്രോലാക്ടോൺ. ഇതാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ള ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. കുറച്ച് പേര് നിങ്ങൾ പഠിച്ചിരിക്കണം. ദ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് പോളിമർ ഈസ് ഇൻ ഹൈഡ്രോജൽ സിസ്റ്റം. അപ്പോൾ ഹൈഡ്രോജൽ സിസ്റ്റത്തിനെ കുറിച്ച് ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇറ്റ് ഇൻ മോർ ദാൻ വൺ പ്ലേസ്. വാട്ടർ സോലുബിൾ പോളിമർ ക്രോസ് ലിങ്കിങ് നടത്തിയിട്ട് സ്വെല്ല് ചെയ്യുന്നതാണ് ഹൈഡ്രോജൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹൈലി പോറസ്. ക്രോസ് ലിങ്കിങ്ങിൻ്റെ നേച്ചർ അനുസരിച്ചാണ് പോറോസിറ്റി. കൂടുതൽ ക്രോസ് ലിങ്ക് ആയാൽ പോറോസിറ്റി കുറയും ക്രോസ് ലിങ്ക് കൂടി. അപ്പോൾ പോറോസിറ്റി നമുക്ക് ആൾട്ടർ ചെയ്യാം. വി ക്യാൻ കൺട്രോൾ ദി പോറോസിറ്റി ബൈ ആൾട്ടറിങ് ദി ക്രോസ് ലിങ്കിങ്. ക്രോസ് ലിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിന് വഴി പോളിമറിൻ്റെ ഹൈഡ്രോജലിൻ്റെ പോറോസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. So that's about hydrogels. Then polymeric implants. So implants-ന്റെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോളിമേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ ഒരു ഇംപ്ലാന്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പെർമിയബിൾ പോളിമറിക് മെംബ്രെയിൻ ഉണ്ടാകും. ഇറ്റ് സറൗണ്ട്സ് ദി കോർ ഓഫ് സോളിഡ് ഡ്രഗ്സ്. നമ്മുടെ റിസർവോയർ ഡിവൈസുകൾ. And their shape. The shape of implants can vary from film, pellet, plugs, rods and disc. അപ്പോൾ ഇതിൽ ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇംപ്ലാന്റിന് കൊടുക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻ ദി ഫോം ഓഫ് എ ഫിലിം ഓർ ഇൻ ദ ഫോം ഓഫ് എ പെല്ലറ്റ് ഓർ എ പ്ലഗ് ഓർ എ റോഡ് ഓർ എ ഡിസ്ക്. Then we can classify them as biodegradable implants and non-biodegradable implants depending upon the nature of the polymer used. ഇപ്പോൾ നോൺ ബയോഡിഗ്രേഡബിൾ ഇംപ്ലാന്റ്സിൽ യൂസ് ചെയ്യുക നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പോളിമേഴ്സ് ആയിരിക്കും. ലൈക്ക് പോളിവിനൈൽ ആൽക്കഹോൾ, സിലിക്കോൺ ആൻഡ് എത്തിലിൻ വിനൈൽ അസറ്റേറ്റ്. ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിലാണെങ്കിലോ ഏതൊക്കെ ടൈപ്പ് പോളിമേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും? ഏതൊക്കെയാണ് പോളിമേഴ്സ് യൂസ് ചെയ്യാൻ സാധിക്കുക? പോളികാപ്രോലാക്ടോൺ, പിന്നെ പോളിഗ്ലൈക്കോളൈഡ്, പോളിലാക്ടൈഡ്, പോളിലാക്ടൈഡ് കോഗ്ലൈക്കോളൈഡ്, പോളിഅൻഹൈഡ്രൈഡ്, പോളിസൈനോ ആക്രിലേറ്റ്. ഇതൊക്കെയാണ് സാധാരണയായിട്ട് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഡ്രഗ് റിലീസ് ഒരു ബയോഡിഗ്രേഡബിൾ പോളിമറിൽ നിന്നുള്ള ഡ്രഗ് റിലീസ് എന്ന് പറഞ്ഞാൽ പോളിമർ ഇറോഷൻ വഴിയാണ്. പോളിമർ ഡീഗ്രേഡ് ചെയ്തിട്ടാണ് ഡ്രഗ് റിലീസ് ചെയ്യുക. നോൺ ബയോഡിഗ്രേഡബിൾ ആണെങ്കിൽ ഡിഫ്യൂഷൻ, ഡിസൊല്യൂഷൻ, ഇതെല്ലാമാണ് സാധാരണയായിട്ട് ഡ്രഗ് റിലീസ് മെക്കാനിസം വരിക. Then the fifth application is polymers in mucoadhesive delivery. മ്യൂക്കോഅഡ്ഹസീവ് ഡെലിവറി എന്ന് പറഞ്ഞാൽ ചില കേസിൽ നമ്മൾ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന, അഡ്ഹെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒട്ടിപ്പിടിക്കുക എന്നർത്ഥം. മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് അഡ്ഹെയർ ചെയ്യുന്ന
ഇത് മ്യൂക്കസ് മെംബ്രെയിൻ ആണെന്ന് കരുതുക. നമ്മളൊരു മ്യൂക്കോ അഡസീവ് ഡോസേജ് ഫോം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ അഡ്ഹെയർ ടു യുവർ മ്യൂക്കസ് മെംബ്രെയിൻ. അതൊരു ടാബ്ലറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ഫിലിം ആകാം, അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് അത് അഡ്ഹെയർ ചെയ്തിരിക്കും. ഇങ്ങനെ അഡ്ഹെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഗുണം എന്താ? ദർ വിൽ ബി പ്രൊലോങ്ഡ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദി ഡ്രഗ് ആൻഡ് ദി സൈറ്റ് ഓഫ് അപ്ലിക്കേഷൻ. സാധാരണഗതിയിൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രസൻ്റ് ആയിരിക്കുന്നത് എവിടേക്കാണ്? മൗത്തിലുണ്ട്, നോസിലുണ്ടാകും, ഐ, വജൈന, ഇതൊക്കെയാണ് സാധാരണയായിട്ട് മ്യൂക്കസ് മെംബ്രെയിൻ പ്രസൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ് സാധാരണ ഇത്തരത്തിലുള്ള ഡെലിവറി സിസ്റ്റംസ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ടാബ്ലറ്റിൻ്റെ ഫോമിലാകാം, ഫിലിമിൻ്റെ ഫോമിലാകാം. ഈ മ്യൂക്കസ് മെംബ്രെയിൻ്റെ മുകളിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ മ്യൂക്കോ അഡസീവ് ആയിട്ടുള്ള പോളിമേഴ്സ് സെലക്ട് ചെയ്യണം. അതുമായിട്ട് ഡ്രഗ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ടാബ്ലറ്റോ ഫിലിമോ ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അതിപ്പോൾ മൗത്തിലെ ഓറൽ കാൻഡിഡിയാസിസ്, ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് മൗത്തിനാണ് ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയുക. ഓറൽ കാൻഡിഡിയാസിന് യൂസ് ചെയ്യുമ്പോൾ ഈ ടാബ്ലറ്റ് നമ്മൾ ചീക്കിൽ ഒട്ടിച്ച് വയ്ക്കുക ചെയ്യുക. അപ്പോൾ സലൈവയിൽ പോളിമർ പതുക്കെ പതുക്കെ ഡിസോൾവ് ആവും, ഡ്രഗ് ഡിസോൾവ് ആവുന്നതനുസരിച്ചിട്ട് ഡ്രഗ് റിലീസ് ചെയ്യും. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ നിങ്ങളൊരു ജെൽ ഫോമിലാണ് ഇപ്പോൾ ഒട്ടിച്ച് അപ്ലൈ ചെയ്തതെന്ന് കരുതുക. ഓറൽ ജെൽസൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ജെൽ ഫോമിൽ യൂസ് ചെയ്ത് എന്താ സംഭവിക്കുക? കുറച്ച് കഴിയുമ്പോൾ ഈ ജെല്ല് സലൈവ ഡിസോൾവ് ചെയ്തിട്ട് നിങ്ങൾ ഉള്ളിലേക്ക് അത് എടുത്തു പോകും. യു വിൽ സ്വാലോ ഇറ്റ്. അപ്പോൾ ഡ്രഗും ഈ ഇൻഫെക്ഷൻ ഏരിയയും തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫോമിലേക്ക്, മ്യൂക്കോ അഡസീവ് ഡെലിവറിയിലേക്ക് നിങ്ങൾ ആ ഡ്രഗിനെ കൺവേർട്ട് ചെയ്താൽ ദ ഡ്രഗ് വിൽ സ്റ്റേ ഇൻ ദി സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ അത് കാരണം കുറേ നേരത്തേക്ക് ഡ്രഗിൻ്റെ ആക്ഷൻ കിട്ടും. ഇത്തരത്തിലുള്ളൊരു ഡെലിവറി സിസ്റ്റമാണ് മ്യൂക്കോ അഡസീവ് ഡെലിവറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ. മ്യൂക്കോ അഡസീവ് പോളിമേഴ്സ് ആർ യൂസ്ഡ് ഇൻ such kind of drug delivery systems. They are mainly used for drug delivery to buccal cavity, ocular എന്ന് പറഞ്ഞാൽ eye, nasal drug delivery, vaginal drug delivery, etc. And the commonly used മ്യൂക്കോ അഡസീവ് polymers are methyl cellulose, derivatives of hyaluronic acid, hydroxypropyl methyl cellulose, xanthan gum, carbopol, gellan gum, carrageenan, guar gum, etc. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ മ്യൂക്കോ അഡസീവ് ഡെലിവറി സിസ്റ്റം പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോളിമേഴ്സ്. എക്സാമ്പിൾസ് ആർ methyl cellulose, derivatives of hyaluronic acid, hydroxypropyl methyl cellulose, xanthan gum, carbopol, gellan gum, carrageenan, guar gum, etc. അപ്പോൾ ഇതൊക്കെ കോഗ്നോസി പഠിച്ചിട്ടുണ്ടാവും. ഈ ടൈപ്പ് ഓഫ് ഗംസിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമുക്കിതിൻ്റെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. So that's about മ്യൂക്കോ അഡസീവ് delivery. Then the final application is polymers for targeted drug delivery. അപ്പോൾ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി എന്താണ്? ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി ദ ഡെലിവറി ഓഫ് ദി ഡ്രഗ് ടു എ സ്പെസിഫിക് ടിഷ്യൂ, സൈറ്റ് ഓർ സബ്സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ്. സബ്സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജീൻ ഡെലിവറി, ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു സബ്സെല്ലുലാർ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് അവിടെ ഡ്രഗ് ഡെലിവർ ചെയ്യേണ്ടത്. അപ്പോൾ സബ്സെല്ലുലാറാണ് നമ്മുടെ ടാർഗറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർഗനിലേക്കായിരിക്കും ഡെലിവർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഓർഗനിൽ ഒരു ട്യൂമർ ബാധിച്ചാൽ ആ ഒരു ട്യൂമറിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യും. അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് ഡ്രഗ് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ സാധാരണഗതിയിൽ ഡ്രഗിൻ്റെയും പോളിമറിൻ്റെയും മിക്സ്ചറിൻ്റെ മുകളിൽ ഒരു ലിഗാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്യും. ദിസ് ലിഗാൻഡ് വിൽ ബി ഹാവിങ് സ്പെസിഫിസിറ്റി ഫോർ ദി ഓർഗൻ ഓർ ടിഷ്യൂ ഓർ ന്യൂക്ലിയസ്. ഈ ലിഗാൻഡിന് നമ്മൾ എങ്ങോട്ടേക്കാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ അതിനൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും, ഒരു റിസപ്റ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ അതുമായിട്ട് ലിഗാൻഡ് പോയിട്ട് ബൈൻഡ് ചെയ്യും, എന്നിട്ടാണ് ഡ്രഗ് റിലീസ് ചെയ്യുക. അപ്പോൾ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി ഒരു സെപ്പറേറ്റ് ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കും. ആ സമയത്ത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ഡ്രഗിൻ്റെയും പോളിമറിൻ്റെയും ഒരു കോൺജുഗേറ്റിനോട് ഒരു ലിഗാൻഡ് ബൈൻഡ് ചെയ്യും. ദാറ്റ് ലിഗാൻഡ് വിൽ ബി സ്പെസിഫിക് ഫോർ എ ടാർഗറ്റ്. ഒരു പ്രത്യേക ഏരിയയിലേക്കുള്ള ടിഷ്യൂവിൻ്റെ മുകളിലായിരിക്കും അതിൻ്റെ റിസപ്റ്റർ അല്ലെങ്കിൽ ടാർഗറ്റ് ഉണ്ടാകും. അവിടെ മാത്രം പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഡ്രഗ് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. സോ എക്സാമ്പിൾസ് ഫോർ ടാർഗറ്റഡ് ഡ്രഗ് ഡെലിവറി ആർ ഡെലിവറി ടു ട്യൂമേഴ്സ്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന ഡ്രഗ് ഡെലിവറി, ദെൻ ബ്രെയിനിലേക്കുള്ള ഡ്രഗ് ഡെലിവറി, ദെൻ ഡെലിവറി ഓഫ് ജീൻസ് ഇൻ ജീൻ തെറാപ്പി. ഇത്രയുമാണ് അപ്ലിക്കേഷൻസ്. ഈ അപ്ലിക്കേഷൻസ് ഓരോ ചാപ്റ്റർ കഴിയുന്നതോറും കൂടുതൽ ഡാറ്റ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതെല്ലാം ഈ ആൻസറിലേക്ക് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു
ഓവർവ്യൂ മാത്രമാണ് തന്നിട്ടുള്ളത്. സോ ബൈ ദാറ്റ് your first unit ends. Okay, in next class we can see with another lecture. Thank you.